കുറച്ച് മുന്നേ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചസ് ഉണ്ട് എന്നറിയുമ്പോൾ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. കുറച്ച് സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരു സംഭവമൊക്കെയായിരുന്നു. ഇപ്പൊ എന്തത്, ആർക്കോ വേണ്ടിയിട്ട് ഒരു കളിക്കണോ, ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ കാണണോ, കളി കഴിയുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സമയം കളയേണ്ടതെന്ന്. അങ്ങനൊരു എടാ ഈ ഡിസപ്പോയിന്റഡ് ആവാന്നല്ല, ഇത് അതിൻ്റെയും താഴേക്കൊരു ലെവൽ ഉണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് പറയാ, മാച്ച് മുഴുവൻ കാണാൻ പോലും ഞാൻ ഇരുന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ 2 ഗോൾ കൺസീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്കുള്ളതല്ല എന്ന് മാത്രമല്ല, ഇതൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കണ്ടിട്ട് നമുക്കും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. കളിക്കണവർക്ക് ഓരെന്തെങ്കിലും കാണിക്കട്ടെ. എടാ എന്തിനാ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ റീൽ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ടാക്ടിക്സ് എന്തോ ട്രൈ ചെയ്യാണത്രേ. പക്ഷേ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ബാക്കിൽ നിന്ന് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യത്തിൽ പോലും പ്ലേയേഴ്സിനൊരു ഐഡിയ ഇല്ല. മിഡ്ഫീൽഡേഴ്സ് കറക്റ്റ് പൊസിഷനിക്ക് വരുന്നില്ല, സെൻട്രൽ ഡിഫൻഡേഴ്സ് 2 അടുത്ത് നിൽക്കുക. എടാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നുണ്ട്? പുതിയൊരു സംഭവം ട്രൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓരോട് 3 ബാക്ക് കളിക്കാൻ പറഞ്ഞ പോലെയൊക്കെയാണ് ഇവർ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് ദേഷ്യം വന്നു. അതിന് പുറമെ ഗോൾ കൺസീഡ് ചെയ്ത വിധം, ആ 2 ഗോൾസും, 1 കീപ്പർ മിസ്റ്റേക്ക്, 2 ഹോർമിപ്പത്തിൻ്റെ മിസ്റ്റേക്ക്. അതിനു മുന്നേ അർഷ് അന്തല്ലാതെ പോയിട്ട് ഓൾമോസ്റ്റ് റെഡ് കാർഡ് വാങ്ങി. കളിന്റെ 5-ാം മിനിറ്റിൽ റെഡ് കിട്ടാത്തത് ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര കുറച്ചേരെ ഞാൻ കളി കണ്ടിട്ടുള്ളൂ, അതിൽ തന്നെ അത്രയും മിസ്റ്റേക്സും. പിന്നെ എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് ഈ പ്ലേയേഴ്സിനെ കുറ്റം പറയാന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഗാലറിയിൽ ഇരുന്ന് കൊണക്കാന് ഞാൻ വരെ കൊണക്കിന് കണ്ടില്ലേ, അത്രേ ഉള്ളൂ. കൊണക്കാൻ എളുപ്പമാണ്, പിച്ചിലിറങ്ങിയിട്ട് കാണിക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾ പിച്ചിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് എന്ന് കൂടെ തോന്നണ്ടേ? അതിനു പുറമെ ഇന്നത്തോടെ കോച്ചിൻ്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം എക്സ്പെരിമെൻറ്റിനുള്ള സമയമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് കഴിയൂല എന്ന് ഉറപ്പുള്ള ഒരു സാധനത്തിലാണ് പുള്ളി എക്സ്പെരിമെൻ്റ് നടത്താൻ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി പോവും. ഉള്ള കാര്യം പറയാലോ, മിക്കവാറും ഒരു സാക്ഡ് പോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അത് ഈ ഒരു സീസണിൽ ഇനി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇയാളെ കോൺട്രാക്റ്റ് കട്ട് ചെയ്ത് പുതിയ ആളെ കൊണ്ടുവരുമ്പോഴത്തേന് പിന്നെയും മാനേജ്മെൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം അത് ചെയ്യോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു ചെയ്തില്ലെങ്കിലും ഐ ഡോണ്ട് ഗീവ് എ ഷൈറ്റ്. മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് പോലും എടുത്ത് എനിക്ക് കാണാൻ തോന്നുന്നില്ല. ഞാൻ ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യേണ്ടത്. അത്ര കഥ പതിച്ച് പോയടാ. ഞാനിങ്ങനെ കണ്ടു 90-ാം മിനിറ്റിന് ശേഷം മർലോണ് സെക്കൻഡ് യെല്ലോ വാങ്ങി, റെഡ് കാർഡ് വാങ്ങിയ കാര്യമൊക്കെ അൺനെസസറി, ഒരാവശ്യമില്ലാതെ വാങ്ങിയ ഒരു യെല്ലോ കാർഡും റെഡ് കാർഡും. എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവണില്ല. ഞാനൊരു കാര്യം പറയട്ടോ, ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ക്ലബ്ബിക്ക് വരുന്ന ഫോറിൻ പ്ലേയേഴ്സിനൊന്നും ബാക്കിയുള്ള മുന്നത്തെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ പോലെ ഒരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം അവരൊരു ഷോർട്ട് ടേം 3 മാസത്തെ കോൺട്രാക്റ്റിൽ വരികയാണ്. അവർ അത്രയും എഫേർട്ട് ഇട്ട് കളിച്ചാലും ലോങ് ടേം കോൺട്രാക്റ്റ് കിട്ടുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. ഒരു വരിക, ആ കിട്ടിയ പൈസകളിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോകാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആവുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, എന്ത് പറയുക, കേരള ബ്ലാസ്റ്റേഴ്സ്ക്ക് വരുമ്പോൾ ഏറ്റവും മിനിമം ഇവർക്ക് കുറച്ച് ഇൻസ്റ്റാ ഫോളോവേഴ്സെങ്കിലും കിട്ടും. ഒരു മര്യാദക്ക് കളിച്ചാൽ വേറെ ഏത് നാട്ടിൽ ഒരു പോയാലും അത്രക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഫാൻസ് അങ്ങോട്ട് ചെന്ന് ഓരോ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഫാൻസിൻ്റെ മുന്നിൽ എത്തുമ്പോഴെങ്കിലും ഇവർക്കൊരു ചെറിയ എനർജിയൊക്കെ വന്ന് കുറച്ച് പാഷനേറ്റ് ആയിട്ട് കളിക്കുന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ച് പോയി. എല്ലാം നമ്മളെ തെറ്റാ, എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. റെലഗേറ്റ് ആവാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. അത്രക്കുള്ളൂ. നിങ്ങളോട് കളി കാണാൻ പോവാതെ ടീമിനെതിരെ പ്രതിഷേധിക്കണം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഗാലറിയിൽ ആരുമില്ല. പിന്നുള്ളത് സോഷ്യൽ മീഡിയയാണ്. അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളി. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ, പേര് ദോഷമല്ലാതെ.